അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതേപോലെ റബ്ബർ ഒന്നിനോടൊന്ന് കോർത്ത് കെട്ടിയതിന് ശേഷം നമുക്ക് മൊബൈലൊക്കെ സ്റ്റാൻഡില്ലാതെ തന്നെ ഇതേപോലെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേനും ജനലിനകത്തോട്ട് പിടിപ്പിക്കാൻ പറ്റും. കാരണം താഴെയോട്ടൊന്നും വീണും പോകില്ല, നമുക്കത് കണ്ടുകൊണ്ട് ജോലി ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതേപോലെ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഇതേപോലെ ആക്കി ജനലിനകത്ത് കൊളുത്തി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും അവിടെ ഇരുന്ന് കണ്ടോളും. അപ്പോൾ വലിച്ചിടത്തേന്നുമില്ല. ഫോൺ താഴെ പോവാതെ തന്നെ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഫോണ് കാണാൻ പറ്റും കേട്ടോ. അത് തന്നെ നല്ല രീതിയിൽ കണ്ടോ, ജനലിനകത്താണെങ്കിലും ഇതേപോലെ എവിടെയെങ്കിലും കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഫോണ് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ഓണാക്കി കൊടുത്താൽ ഇരുന്ന് പഠിച്ചോളും. ഇതേപോലെ ബുക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മറിക്കാൻ പറ്റത്തില്ല അല്ലേ, ഒട്ടിപ്പിടിച്ചിണങ്ങിയിരിക്കത്തില്ല ചില സമയത്ത്. അപ്പോൾ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് കയ്യിൽ ചുറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ മടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബുക്കിൻ്റെ പേപ്പറൊക്കെ മാറ്റാൻ പറ്റും, മറിച്ചെടുക്കാൻ പറ്റും കണ്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്പൂൺ വെച്ചാൽ കൊച്ചു സ്പൂണൊക്കെ നമ്മൾ ഇതേപോലെ ബൗളിനകത്തോട്ട് വെക്കുമ്പോൾ ഇറങ്ങിപ്പോവും. അപ്പോൾ കറിയൊക്കെ ആണെങ്കിൽ തന്നെയും അതിനകത്തോട്ട് വീണ് പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡിൽ ഇരിക്കുന്ന കണക്ക് ദണ്ട ഇതേപോലെ അങ്ങ് ഇരുന്നോളും കണ്ടോ. അപ്പോൾ ഇറങ്ങിപ്പോവില്ല, കറിയിൽ ആണെങ്കിലും സ്പൂൺ പോയി മുങ്ങിക്കിടക്കത്തില്ല. നമ്മളെ ഫോർക്ക് ഉണ്ടല്ലോ, അപ്പോൾ 2 ഫോർക്ക് ഇതേപോലെ ആക്കിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഉപയോഗമുണ്ട്. കാരണം നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മറിച്ചിടാനാണെങ്കിലും അത് എടുക്കാനാണെങ്കിലും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ പെൻസിൽ വെച്ചൊക്കെ കുട്ടികൾ കുത്തിവരച്ച ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ പെൻസിലിനകത്ത് റബ്ബർ കാണില്ല അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള പെൻസിലിനകത്ത് ഇതേപോലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം മായ്ച്ച് കളയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആ റബ്ബർ ഇല്ല എങ്കിൽ ഉണ്ടോ ഇതേപോലെ മായ്ക്കിയിട്ട പെൻസിലില്ല എങ്കിൽ നമുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പഞ്ചസാര കുപ്പി അതേപോലെ ഏത് തേയിലക്കുപ്പിയൊക്കെ ആണെങ്കിൽ ലൂസാണെങ്കിൽ മൂടി ലൂസാണെങ്കിൽ ഉറുമ്പൊക്കെ കയറാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ മൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കും. അതിനകത്ത് ഉറുമ്പോ പ്രാണികളോ ഒന്നും തന്നെ കയറുകയൊന്നും ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ അടപ്പ് ലൂസാണെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ അടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, അരപ്പൊന്നും തെറിച്ച് പോവുകയുമില്ല. നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹാൻഡ് വാഷോ അതേപോലെ ഡിഷ് വാഷൊക്കെ എടുക്കുമ്പോഴത്തേനും ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും ചാടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് നല്ല രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മാത്രമേ വരുള്ളൂ. അപ്പോൾ കുട്ടികളാണെങ്കിലും ഇതേപോലെ നെക്കി കളയാറുണ്ട്. അപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് ചാടി വരില്ല. നല്ലവണ്ണം പ്രസ് ചെയ്താൽ മാത്രമേ കുറച്ച് വരുള്ളൂ. റബ്ബർ ബാൻഡ് നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ ഒരു സ്വല്പം പൗഡർ ഇട്ട് കുടഞ്ഞ് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് ഈ റബ്ബർ ബാൻഡ് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല.